Hello, beautiful people. Welcome to yet another wonderful story by Shikha. ഇന്നത്തെ കഥയിലെ നായിക ഹാറ്റ്വതി. ഹാറ്റ്വതിയെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഒരാളെ പരിചയപ്പെടണം. ഇതാണ് പ്രീതി. ഞാൻ ബാഴ്സലോണയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു നല്ല കമ്പാനിയ, ഒരു നല്ല ഫ്രണ്ട്. എപ്പോഴും നമ്മൾ നാടും വീടും എല്ലാം വിട്ട് ദൂരെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ലക്ഷറി തന്നെയാണ്. അങ്ങനെ ആകസ്മികമായി ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ ലക്ഷറിയാണ് ഈ ഫ്രണ്ട്ഷിപ്പ്. കൾച്ചറൽ ഡിഫറൻസസിനെല്ലാം അപ്പുറം പാർട്ട്ണർ ഇൻ ക്രൈം, പാർട്ട്ണർ ഇൻ ഷോപ്പിംഗ്, ട്രാവൽ പാർട്ട്ണർ, അങ്ങനെ എല്ലാം. ഹാറ്റ്വതിനെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഒരു 1 day ട്രിപ്പിൽ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു സിച്ചസിന് നമ്മൾ പോയപ്പോഴാണ് ഹാറ്റ്വതിനെ പ്രീതി വാങ്ങുന്നത്. പ്രീതി ഇവിടുന്ന് പോകുമ്പോൾ എനിക്കായിട്ട് തന്നതാണ് ഹാറ്റ്വതിനെ. സോ ഇന്നത്തെ എൻ്റെ ട്രിപ്പിൽ എൻ്റെ കൂടെയുള്ളത് ഹാറ്റ്വതിയാണ്. എന്ത് രസമല്ലേ, പ്രീതി ഇല്ലെങ്കിലും പ്രീതി തന്ന ഹാറ്റ്വതി എൻ്റെ കൂടെയുണ്ട്. അങ്ങനെയാണ് ഓരോ മനുഷ്യരും. നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവർ ബാക്കി വെച്ചിട്ട് പോകുന്ന കുറേ ഓർമ്മകളും. ഇന്നത്തെ ട്രാവൽ ഡെസ്റ്റിനേഷൻ കോസ്ത ബ്രാവയിലെ 3 ബീച്ച് ടൗൺസ് ആണ്: കലയ, സാൻ ഫെലിക്സിയോ ആൻഡ് തോസ. കലയിൽ എത്തിയപ്പോൾ തന്നെ നല്ല ചൂട്. ആദ്യം തന്നെ നല്ലൊരു അടിപൊളി കോൾഡ് കോഫി കുടിച്ചു. സ്പാനിഷിൽ പറയുകയാണെങ്കിൽ കഫേ കോൺ ലെച്ചെ കോൺ യേയോ. എന്താ അല്ലേ. പിന്നെ ബീച്ചെല്ലാം ചുറ്റി നടന്നു കണ്ടു. ഇവിടെ വന്ന് ഈ ബീച്ചിൽ ഇത്രയധികം മനുഷ്യരെ കാണുമ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെടാറുണ്ട്. എത്ര കോൺഫിഡൻ്റ് ആണ് അവർ, അവരുടെ ബോഡിയിലും അവരുടെ വേഷത്തിലും. അങ്ങനെ അവിടെ നിന്ന് നേരെ സാൻ ഫെലിക്സോ. ഈ ടൗണും ഞാനും തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇയർ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മേ ബി ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ചെറിയ ചെറിയ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് എപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഹരം തരാറുണ്ട്. ഇത്തവണ ആദ്യം പാഡിൽ സർഫിങ്ങിന് പോകാനാണ് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു പാഡിൽ ഇങ്ങനെ കര കാണാ കടലിൻ്റെ നടുക്കിലൂടെ. നീന്തൽ അറിയാത്ത ഞാൻ ഇതുമാതിരി പണികളെല്ലാം എന്തിനാ ചെയ്യണമെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇത് തരുന്ന ഒരു സന്തോഷം അത് വേറൊന്നിനും തരാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് നല്ല കപ്പയും മീനും കഴിച്ചു തോസ ദേമാറിലോട്ട്. അവിടെ പോയപ്പോൾ വിചാരിച്ചു കയാക്കിംഗ് ഒന്ന് ട്രൈ ചെയ്താലോ. ശരി, ഓക്കെ എന്നും പറഞ്ഞ് കയാക്കിങ്ങിന് പോയി. പിന്നെ ഇതേ സ്നോർക്കലിംഗ്. കടലിൻ്റെ അടിയിൽ, വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസമില്ലാതെ മത്സ്യങ്ങളെയും ജെല്ലി ഫിഷിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം. സത്യം പറഞ്ഞാൽ ജീവനോടെ തിരിച്ചെത്തിയെന്ന് വേണം പറയാൻ. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റുള്ളൂ. തിരിച്ച് നാട്ടിൽ പോയിട്ട് ഇതുപോലെ വല്ലതും ചെയ്യാൻ പറ്റുമോ? കുഞ്ഞിലെ മുത്തശ്ശി എപ്പോഴും പറയാറുണ്ട്, എല്ലാ തുടക്കത്തിനും ഒരു അവസാനവും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര എവിടെ അവസാനിപ്പിക്കാം? എല്ലാ യാത്രയുടെ അവസാനവും എനിക്ക് എപ്പോഴും വിഷമായിരിക്കും. എന്നാലും ഒത്തിരി നല്ല ഓർമ്മകളും ഒത്തിരി നല്ല എക്സ്പീരിയൻസസും ആയിട്ടാണ് ഇന്ന് ഞാൻ തിരിച്ചു പോകുന്നത്, കൂടെ ഹാറ്റ്വതിയും. സോ അടുത്തൊരു സ്റ്റോറിയായിട്ട് അടുത്ത തവണ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. വണ്ടർലെസ് സ്റ്റോറീസ് ബൈ ഷിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.